നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 അൽ ഹിലാൽ മാഞ്ചസ്റ്റർ സിറ്റിയെ 3-4 എക്സ്ട്രാ ടൈമിൽ പരാജയപ്പെടുത്തുമ്പോൾ അൽ ഹിലാലിൻ്റെ ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ പല പേരുകൾ പറയാനുണ്ടാവും. കാരണം പല നിമിഷങ്ങൾ അതിപ്രധാനമായതായിട്ട് കളിയിലുണ്ടായിരുന്നു. മാർക്കസ് ലിനാർഡോയുടെ ഇരട്ട ഗോളുകൾ മറക്കാൻ പറ്റുമോ? അലീല ജാബിയുടെ ഗോൾ ലൈൻ സേവ് എങ്ങനെയുണ്ടായിരുന്നു? യാസിൻ ബൊനോയുടെ കിടിലൻ സേവുകൾ എങ്ങനെയുണ്ടായിരുന്നു? ഖാലിദു കൂലിബലിയുടെ മോൺസ്റ്റർ പെർഫോമൻസ് പറയാതെ പോവാനേ പറ്റില്ല. കൂലിബലി നടത്തിയത് വല്ലാത്തൊരു പ്രകടനമാണ്. വളരെ ഈസി ആയിട്ട് എതിരാളികളിൽ നിന്ന് ബോൾ എടുക്കുന്ന കൂലിബലി. ആവശ്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വക ഹെഡർ ഗോൾ തീപ്പൊരി പ്രകടനമാണ് സെനഗലീസ് താരം നടത്തിയത് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. ആ കണക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. കൂലിബലി ആയിരുന്നു അവരുടെ ഡിഫെൻസീവ് ലൈനിൻ്റെ ലീഡർ. മാത്രമല്ല ഗോളും അദ്ദേഹം അടിച്ചു. ഒരു ഗോൾ അദ്ദേഹം അടിച്ചു. 86% പാസിംഗ് ആക്യുറസി ഉണ്ടായിരുന്നു. 43 പാസുകൾ കൊടുത്ത കൂലിബലി 37 ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു. കളിയിൽ എതിരാളികളിൽ നിന്ന് ബോൾ തട്ടിയെടുത്ത് മനോഹരമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തത് 11 തവണയാണ്. ഗെയിമിൽ അക്കാര്യത്തിൽ അദ്ദേഹം ഒന്നാമതാണ്. ഡിഫെൻസീവ് ആക്ഷൻസ് നോക്കുക, 17 ഗെയിമിൽ അക്കാര്യത്തിൽ അദ്ദേഹം ഒന്നാമതാണ്. ഡ്യുവൽസ് നോക്കുക, 11 9 സക്സസ്ഫുൾ ആയിരുന്നു. അദ്ദേഹത്തെ ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് പോകാനൊന്നും ഒരു സിറ്റി കളിക്കാരനും പറ്റിയില്ല എന്ന കാര്യം കൂടി നോക്കണം. യെസ്, ഒരു മോൺസ്റ്ററസ് പെർഫോമൻസാണ് ഖാലിദു കൂലിബലി ഇന്ന് പുറത്തെടുത്തത്. കൂലിബലിയെ പോലെ തന്നെ നമ്മൾ പറയണം മാർക്കസ് ലിനാർഡോയുടെ അറ്റാക്കിലെ ആ ഒരു സംഭാവനകൾ. 2 ഗോൾ അദ്ദേഹം നേടി, ഒരു കീ പാസ് കൊടുത്തു, 4 ഷോട്ട് തീർത്തു, 2 ഓൺ ടാർഗറ്റ്, 12 പാസുകൾ കൊടുത്തു, 11 കൃത്യമായി ലക്ഷ്യത്തിലേക്ക്, 8 ഡ്യുവൽസിൽ 4 അദ്ദേഹം വിൻ ചെയ്തു. 3 തവണ എതിരാളികൾ അദ്ദേഹത്തെ വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും ചേർന്ന് നേടിയെടുത്തൊരു വിജയമാണ്. അതിൽ കൂലിബലി അവരുടെ ഡിഫെൻസീവ് ലൈൻ കാത്തത് അതിമികവോടെയാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഗോളും ഉണ്ടായിരുന്നു. കൈയടിക്കണം കൂലിബലിക്ക്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.